ബാലയുടെയും എലിസബത്തിൻ്റെയും വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കാറുണ്ട്. അത് ആരാധകർ എപ്പോഴും ഏറ്റെടുക്കുന്ന വാർത്തകളുമാണ്. ഇപ്പോഴിതാ മറ്റൊരു എലിസബത്തിനെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത്. എലിസബത്ത് സാധാരണ വീഡിയോകൾ പങ്കുവച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും തന്നെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ തനിക്ക് വിമർശനവുമായി എത്താറുണ്ട് എന്നും അവർക്കുള്ള മറുപടിയുമായിട്ട് എലിസബത്ത് എത്തുകയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാവർക്കും അതൊരു അതിശയമായിരുന്നു എന്നാണ് പറയുന്നത്. എലിസബത്ത് ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നാണ് എല്ലാവരും അതിശയത്തിൽ ചോദിക്കുന്നത്. ബാലയുടെ വീഡിയോകൾക്ക് താഴെ നിരവധി പേർ വരാറുണ്ട്. എലിസബത്തിനെ കുറിച്ചും നിരവധി പേർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എലിസബത്തിന്റെ വീഡിയോയ്ക്ക് താഴെയും നിരവധി പേർ കമന്റുമായി എത്തുന്നു. ഇപ്പോൾ പരിധിവിട്ട കമന്റുകൾക്കെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എലിസബത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലുള്ള സ്പെഷ്യൽ കമന്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കുമെന്നും മുന്നേ ഉള്ള സ്ക്രീൻഷോട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് എന്നും ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എലിസബത്ത് തന്നെ പറയുന്നുണ്ട്. ഒരു സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് എലിസബത്ത് ഇത്തരത്തിൽ പറയുന്നത്. രണ്ടും കൽപ്പിച്ച് പോരിനിറങ്ങിയിരിക്കുകയാണല്ലേ എലിസബത്തെ എന്നാണ് പ്രേക്ഷകരെല്ലാവരും തിരിച്ചു ചോദിക്കുന്നത്. ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾക്കെതിരെ ബാഡായി കമന്റ് ചെയ്തവർക്കൊക്കെ തന്നെയും ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. അല്ലാതെ ഒരു രക്ഷയുമില്ല. ഇങ്ങനെ മറുപടി പറഞ്ഞാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകൂ എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. മോശം കമന്റ് ഇടുന്നവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ചിലർ എലിസബത്തിന് കമന്റിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ തന്നെ എലിസബത്ത് നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഒട്ടും കൃത്രിമത്വമോ മിസ്ലീഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള തംബ്നെയിലുകൾ ഇല്ലാതെയാണ് എപ്പോഴും വീഡിയോകളും വ്ലോഗുകളും എലിസബത്ത് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എലിസബത്ത് പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് ആരാധകർ ഏറെയാണ് എന്ന് പറയാം. ഒരിക്കൽ പോലും വൃത്തികെട്ട രീതിയിലോ അല്ലെങ്കിൽ മോശം രീതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ വ്യൂവേഴ്സിന് ലഭിക്കാൻ എന്തെങ്കിലും തന്നെ എലിസബത്ത് ചെയ്തിട്ടില്ല. ബാലയുമായി വേർപിരിഞ്ഞ സമയത്ത് യൂട്യൂബിൽ നിന്നൊക്കെ മാറി നിന്നതല്ലാതെ എലിസബത്ത് മറ്റൊരു കാര്യവും ചെയ്തിട്ടില്ല. ഈ വാർത്തകളൊക്കെ അവസാനിച്ചതിന് ശേഷം പതിയെയായിരുന്നു എലിസബത്ത് യൂട്യൂബിലേക്ക് തിരികെ വന്നത്. ബാലയുടെ വിവാഹത്തിന് മുൻപേ യൂട്യൂബിലും വ്ളോഗിലുമൊക്കെ സജീവമായി നിന്ന എലിസബത്ത് പിന്നീട് വിവാഹത്തിന് ശേഷം അതിൽ നിന്നൊക്കെ മാറി. അതിനുശേഷം വേർപിരിയൽ കഴിഞ്ഞിട്ടാണ് എലിസബത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ബാലയെക്കുറിച്ച് എവിടെയും മോശം പരാമർശം പോലും എലിസബത്ത് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാലയുടെ ആദ്യ ഭാര്യ അല്ലെങ്കിൽ ബാലയുടെ മറ്റൊരു ഭാര്യ എന്നൊരു നിലയിൽ എലിസബത്തിന് കിട്ടാവുന്ന പ്രശസ്തിയെല്ലാം ലഭിക്കുകയും ചെയ്തു. നല്ലൊരു കുലസ്ത്രീ ഇമേജാണ് ശരിക്കും പറഞ്ഞാൽ എലിസബത്തിനുള്ളത് എന്ന് പറയാം. ബാലയുടെ ഭാര്യമാരൊക്കെ തന്നെയും നല്ലതാണ് എന്നും അത് കഴിഞ്ഞവർ നീക്കുന്ന ജീവിതമൊക്കെ തന്നെയും വളരെ വ്യത്യസ്തമായ രീതിയാണെന്നും പറയുന്നു. അതിൽ ഏറ്റവും വ്യത്യസ്തമായി ജീവിക്കുന്നത് എലിസബത്ത് തന്നെയാണെന്നാണ് എല്ലാവരും കുറിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇക്കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നത്. എലിസബത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. എലിസബത്തിന് അത്രമാത്രം നല്ല സ്വഭാവമാണ്. എലിസബത്ത് ബാലയെക്കുറിച്ച് ഇതുവരെ ഒരിടത്തും മോശമായി പറഞ്ഞിട്ടില്ല എന്നും ഇത് ആളുകൾ വിളിച്ചു വരുത്തുന്നതാണെന്നും അവർ അർഹിക്കുന്നുവെന്നും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.